എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇപ്പോൾ രണ്ട് ത്രികോണങ്ങൾ, രണ്ട് ട്രയാങ്കിൾസ് എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾ ആവുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആദ്യം നമ്മൾ പഠിച്ചത് മൂന്ന് വശങ്ങൾ അല്ലെ, മൂന്ന് സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് സൈഡുകളുമായി ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ത്രികോണങ്ങൾ നാം എന്ത് പറയും? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് സൈഡ് സൈഡ് സൈഡ്, മൂന്ന് സൈഡുകൾ. നമുക്ക് ഇതൊക്കെ എസ് എസ് എസ്, മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളായിട്ട് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. പിന്നെ നാം രണ്ടാമത് എന്താണ് പഠിച്ചത്? രണ്ടാമത് നാം പഠിച്ചു ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും അല്ലെ. അപ്പൊ ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു സൈഡിനോടും രണ്ടറ്റത്തുള്ള കോണുകളോടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലെ. അതായത് ഒരു വശം, അതായത് സൈഡ്, അതിന്റെ രണ്ടറ്റത്തുള്ള രണ്ട് കോണുകൾ അല്ലെ, അതായത് എ എ. അപ്പൊ ഇങ്ങനെ മറ്റൊരു ത്രികോണത്തിന്റെ ഇതേപോലെ ഒരു വശത്തിനോടും അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളുകളോടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? അതും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോവുകയാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ മൂന്ന് സൈഡുകൾ അളവുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ. അതുപോലെ തന്നെ ഒരു സൈഡും അതിന്റെ സൈഡിലുള്ള രണ്ട് ആംഗിളും, അതിന്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളുകളും തന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ. അതേ രൂപത്തിൽ നമുക്കൊരു ത്രികോണത്തിന്റെ രണ്ട് സൈഡുകളും അവക്കിടയിലുള്ള ഒരു കോണും തന്നാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയാൽ, ഇപ്പൊ രണ്ട് സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോ എ ബി, ഒരു സൈഡ് എ ബി സീക്വൽ ടു 10 സെന്റിമീറ്റർ, എ സി ഒരു 8 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ആംഗിൾ എ ഒരു 40 ഡിഗ്രി. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ത്രികോണം വരയ്ക്കാം? നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ. അതായത് ഒരു സൈഡും രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ഒരു കോണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ ബി 10 സെന്റിമീറ്റർ നമ്മൾ എ ബി വരയ്ക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ റഫായിട്ട് വരയ്ക്കാണ്. ഇപ്പോ എ ബി നമുക്ക് വേണമെങ്കിൽ ഇതൊരു 10 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. 10 സെന്റിമീറ്റർ നമ്മൾ എ ബി വരച്ചു, എ ബി. ഇനി നമുക്ക് എ സി തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇത് എയും ബിയും, ഇനി സി എന്ന് പറയുന്നത് എവിടെയോ ആണ് പോയിന്റ് അല്ലെ. നമുക്ക് എവിടെ നിന്നറിയില്ല. അത് 8 സെന്റിമീറ്റർ നീളം എന്ന് പറയുന്നത്. അപ്പൊ 8 സെന്റിമീറ്റർ നമുക്ക് നീളം ഇങ്ങനെ എടുക്കാം, ഇങ്ങോട്ട് എടുക്കാം, എവിടേക്ക് വേണമെങ്കിലും എടുക്കാം അല്ലെ. പക്ഷെ ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആംഗിൾ എ, ഈ ആംഗിൾ എത്ര ആയിരിക്കണം? ഈ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അപ്പൊ നാം എന്ത് ചെയ്യും? പ്രൊട്രാക്ടർ വെച്ചിങ്ങായിട്ട് ഇവിടെ നിങ്ങൾ 40 ഡിഗ്രി മെഷർ ചെയ്യും അല്ലെ. മട്ടം വെച്ചിട്ട് 40 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് നമ്മളിപ്പോ ഇവിടെ നിന്ന് വിചാരിക്കുക, ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യും? നാം എയും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. ഇങ്ങനെ യോജിപ്പിച്ചു. ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ എ സിയുടെ നീളം 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ 8 സെന്റിമീറ്റർ നീളത്തിൽ ഇത് മാർക്ക് ചെയ്യുക അല്ലെ. 8 സെന്റിമീറ്റർ ഇതാണെന്ന് വിചാരിച്ചോ, ഇതാണ് 8 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്റർ, ഇതാണ് സി എന്ന പോയിന്റ്. ഇനി നമുക്ക് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമ്മുടെ ഈ ത്രികോണം കിട്ടി അല്ലെ. ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ത്രികോണം കിട്ടി. ഇത് 40 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഈ ഇത്രയും അളവുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ത്രികോണം വരയ്ക്കാൻ നമുക്കറിയാം അല്ലെ. ഇനി നാം മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ ഇതേ അളവുകൾ വെച്ചുകൊണ്ട് ഈ ത്രികോണത്തെ നമുക്ക് മാറ്റിയും മറിച്ചൊക്കെ അല്ലെ, തിരിച്ചു മറിച്ചൊക്കെ വരയ്ക്കാൻ അറിയാം. എങ്ങനെ വരയ്ക്കാം? ഇപ്പൊ നോക്കിയാൽ 10 സെന്റിമീറ്റർ, നമുക്ക് 10 സെന്റിമീറ്റർ തന്നെ വീണ്ടും എടുത്തത് 10 സെന്റിമീറ്റർ എ ബി. ഓക്കെ. ഇനി നോക്കിയാൽ ഈ രണ്ട് സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് രണ്ട് സൈഡുകൾക്ക് ഇടയിലുള്ള ആംഗിൾ എ ആയതുകൊണ്ട് നമുക്ക് എ ഈക്വൽ ടു 40 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും എന്താണ് ഉദ്ദേശം? രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള ആംഗിൾ, പേരവിടെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം, പേരില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങൾക്കിടയിലുള്ള ഈ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അപ്പൊ ഞാനൊരു പണി ചെയ്തു, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആദ്യ ആംഗിൾ എടുത്തതിന് പകരം ഈ പോയിന്റിൽ നിന്ന് ഞാൻ 40 ഡിഗ്രി എടുക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ 40 ഡിഗ്രി മെഷർ ചെയ്തു. ഇപ്പൊ ഇതാണെന്ന് വിചാരിക്കാം പോയിന്റ്. ഇനി നമ്മളിത് കൂട്ടി യോജിപ്പിക്കുന്നു. അല്ല, ഇത് ലൈൻ ഇങ്ങനെ വരച്ചു. ഇതിപ്പോ 40 ഡിഗ്രി. ഇനി എന്ത് വേണം നമുക്ക്? വശം എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8 സെന്റിമീറ്റർ ഒരു പോയിന്റ് ഇട്ടു. ഇത് 8 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇപ്പൊ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് സി എന്ന പോയിന്റ് കിട്ടി.
അപ്പൊ ABC കിട്ടി അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ പേര് തൽക്കാലം നമ്മൾ മാറ്റി നിർത്താം. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇതേ കണ്ടീഷൻ തന്നെ ഇവിടെ വന്നു അല്ലെ. രണ്ട് വശങ്ങൾക്കിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് വശങ്ങൾ അതിനിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് ഇതേ ത്രികോണത്തെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഈ ത്രികോണം തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല അല്ലെ. ഇനി നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന് വേറെ രീതിയിൽ വരയ്ക്കാലോ. ഇപ്പൊ ഇവിടെ നമ്മൾ 10 എടുത്തതിന് പകരം 8 നമുക്ക് ആദ്യം വരയ്ക്കാം അല്ലെ. 8 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് 40 ഡിഗ്രി അല്ലേ. അപ്പൊ 40 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്തു. ഇപ്പൊ 40 ഡിഗ്രി കിട്ടി എന്ന് വിചാരിക്കാതെ 40 ഡിഗ്രി ഇങ്ങനെ വെച്ചു. 40 ഡിഗ്രി. ഇനി ഈ 10 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ എടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 10 സെന്റിമീറ്റർ മെഷർ ചെയ്തത് കിട്ടി. ആണെങ്കിൽ ഇത് 10 സെന്റിമീറ്റർ ചെയ്യാം. ഈ രണ്ട് പോയിന്റ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. അപ്പൊ ഈ പോയിന്റ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ത്രികോണം കിട്ടി. അപ്പൊ ഇവിടെയും നോക്കിയാൽ രണ്ട് വശങ്ങൾ ഒന്ന് 10ഉം 8ഉം അല്ലെ. അതിനിടയിലുള്ള ആംഗിൾ 40. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? 10 സെന്റിമീറ്റർ അടിയിൽ എടുക്കുന്നതിന് പകരം നമ്മൾ മുകളിലെടുത്തു. ഇവിടെ 8 സെന്റിമീറ്റർ എടുത്തു അല്ലെ. അപ്പോഴും ഇതിന്റെ കോണുകൾക്കോ ഇതിന്റെ വശങ്ങൾക്കോ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇത് തിരിച്ചും മറിച്ചും ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്ക് അവയ്ക്ക് ഇടയിലുള്ള കോണ് തന്നെയായിരിക്കണം. ആ കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണിനും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഈ മൂന്നാമത്തെ വശവും ഈക്വൽ ആയിരിക്കും, മറ്റു രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം, തിരിച്ചും മറിഞ്ഞും ഇരിക്കും എന്നല്ലാതെ അവയുടെ കോൺ എന്തായിരിക്കും? ഇതിന്റെ കോണിന് തുല്യമായിരിക്കും, മറ്റു വശങ്ങൾ ഇതിന്റെ വശത്തിനും തുല്യമായിരിക്കും. അപ്പൊ എന്താവും? അപ്പൊ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറും? അത് രണ്ടും ഈക്വൽ ട്രയാങ്കിളായി മാറും, അതായത് തുല്യ ത്രികോണങ്ങളായി മാറും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പഠിക്കുന്നു, രണ്ട് സൈഡും അവയ്ക്കിടയുള്ള ആംഗിളും അല്ലെ. അപ്പൊ രണ്ട് സൈഡും വരും അവയ്ക്കിടയുള്ള ആംഗിൾ. അപ്പൊ സൈഡ് ആംഗിൾ സൈഡ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമ്മൾ 3 പഠിച്ചു. സൈഡ് 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 3 സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ആംഗിളുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെയോ രണ്ട് സൈഡുകളും അതിനിടയിലുള്ള ഒരു കോണും ഈക്വൽ ആയി കഴിഞ്ഞാലും അത് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇനി നാം ഇവിടെ പറഞ്ഞു രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇടയിലുള്ള കോണല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോൺ ഈക്വലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ രണ്ട് വശങ്ങൾ ഈക്വലാണ്, വേറൊരു കോൺ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ ആകുമോ? അപ്പൊ നമുക്ക് ഈ പടം തന്നെ ഒന്നും കൂടി വരച്ചു നോക്കാം. അതായത് ഇപ്പൊ 10 സെന്റിമീറ്റർ ഞാൻ വരച്ചു. 10 സെന്റിമീറ്റർ. അപ്പൊ ഈ 10 സെന്റിമീറ്ററിൽ ലൈൻ വരച്ചു. അതിനുശേഷം നോക്കിയാൽ ഇവിടെയാണ് നാം 8 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഈ 8 സെന്റിമീറ്റർ തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ആംഗിൾ 40 ആണ് അല്ലെ. അപ്പൊ ഈ ആംഗിൾ 40ന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടത്തെ ആംഗിൾ 40 എടുത്തു എന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിനിടയിലുള്ള ആംഗിൾ ആണ് 40 വേണ്ടത്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനിടയിൽ ഇവിടെ ഞാൻ 8 സെന്റിമീറ്റർ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ആംഗിൾ ഞാൻ 40 എടുത്തു. മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ ഈ ആംഗിൾ ഇപ്പൊ 40 എടുത്തപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ 40 ഡിഗ്രി ഇങ്ങനെ വരച്ചു. ഇത് 40. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ 8 സെന്റിമീറ്റർ ഇതേ അളവ് തന്നെ ഇവിടെ എടുക്കുന്നു അല്ലെ. അപ്പൊ ഇതേ അളവ് തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നു. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്റർ നമുക്ക് കോമ്പസിൽ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ, അപ്പൊ ഈ വര കുറച്ചും കൂടി നമ്മൾ നീട്ടേണ്ടി വരും. ഇനി എന്ത് ചെയ്തു? ഇവിടെ ഞാൻ 8 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ 8 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അപ്പൊ ഈ ആർക്ക് ഇവിടെയാണ് മുട്ടിയത്. അപ്പൊ നോക്കി ഇതിന് തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ, ഈ ആംഗിൾ 40. അപ്പൊ ഇവിടത്തെ ആംഗിൾ 40 ആവുന്നതിന് പകരം ഈ ആംഗിൾ 40 അല്ലെ. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിനേക്കാൾ കൂടുതലുള്ള ആംഗിൾ ആയിരിക്കും അല്ലെ. ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ രണ്ട് ഫിഗറുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് വശങ്ങൾ സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ആംഗിൾ സെയിം ആയിരിക്കും. പക്ഷേ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കില്ല, ഇതിനോട് സെയിം ആയിരിക്കില്ല. മാത്രമല്ല ഈ വശവും സെയിം ആയിരിക്കില്ല. മനസ്സിലായ? ഇതും ഈ വശവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ എന്ത് വേണം നമുക്ക്? രണ്ട് വശവും അതിനിടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം. മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അതിനിടയിലുള്ള ആംഗിളിനും ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും രണ്ട് വശങ്ങളും
പിന്നെ മറ്റു ഒരു കോണും ആംഗിൾ ആയി കഴിഞ്ഞാൽ അത് ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഞാൻ രണ്ട് പാരൽ ലൈനുകൾ സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ നീളങ്ങൾ തുല്യമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതൊരു 7 സെന്റിമീറ്റർ, ഇതും ഒരു 7 സെന്റിമീറ്റർ. അപ്പോൾ രണ്ട് പാരൽ ലൈനുകൾ സമാന്തര വരകൾ, അതിന്റെ നീളം തുല്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും കൂടി ഞാൻ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടറ്റങ്ങളും കൂടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ഈ രണ്ട് വശവും ഈക്വലാണ്, അത് സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈക്വലും സമാന്തരവുമായിരിക്കുമോ? ഇതാണ് ചോദ്യം. നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ ഞാൻ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു വിചാരിക്കാം, തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലെ? രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഇത് 7 സെന്റിമീറ്റർ, ഇത് 7 സെന്റിമീറ്റർ. അപ്പൊ ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും സെയിമായി മാറി ആണല്ലോ. ഓക്കെ, ഇനി ഈ വശം എന്താണ്? ഈ വശം രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും പൊതുവായ വശം. അപ്പൊ നമുക്ക് ഈ വശവും ഈക്വലി, ഈ വശം അതിനോട് തന്നെ ഈക്വലി അല്ലെ? അപ്പൊ നമ്മൾ രണ്ട് ത്രികോണങ്ങളാണ് എടുക്കുന്നത്. ഇനി ഈ ആംഗിൾ നോക്കിയാൽ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. നമുക്കറിയാം രണ്ട് പാരൽ ലൈന്, ആ പാരൽ ലൈനിനെ ഇങ്ങനെ ഒരു ലൈൻ കൂടി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും അല്ലെ? അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ നോക്കി ഇങ്ങോട്ട് നോക്കിയാൽ ഈ രണ്ട് പാരൽ ലൈനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഈ രണ്ട് ത്രികോണങ്ങളുടെ ഈ വശവും ഈക്വൽ അല്ലെ? പിന്നെ ഈ നടുവിലുള്ള വശം, അതിന് ആ രണ്ട് വശം കോമൺ വശം. പിന്നെ ഈ രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള ആംഗിൾ ഈക്വൽ, ഇതിന് ഇടയിലുള്ള ആംഗിളും ഇത് രണ്ടും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശം എന്തായിരിക്കും? മൂന്നാമത്തെ വശവും ഈക്വൽ ആയിരിക്കും, മറ്റു രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ വശവും ഈക്വൽ ആയിരിക്കും. അയ്യോ, ഈ ആംഗിൾ അല്ലെ? ഈ ത്രികോണത്തിന്റെ ഈ ആംഗിളും ഈ ത്രികോണത്തിന്റെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഈക്വൽ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് പാരൽ ലൈനാണ് അല്ലെ? അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങൾക്കും തുല്യ നീളമായിരിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇത് രണ്ടും പാരൽ ലൈനുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ നീളമുള്ള പാരൽ ലൈനുകളാണ് ഇത് രണ്ടും അല്ലെ? അപ്പൊ ഇതിനും ഒരേ നീളം. ഓക്കെ, അത് എന്താണ്? പാരൽ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ മറ്റൊരു ലൈൻ കാണാം അല്ലെ? ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിന്റെ നടുവിൽ നിന്നാണ് ഈ ലൈൻ എത്രയാണോ അതിന്റെ സെന്റർ, അതിന്റെ നടുവിൽ നിന്നാണ് ഈ പാരൽ ലൈൻ വരച്ചിട്ടുള്ളത്. അതുപോലെ ഈ ലൈനിന്റെ ഈ അറ്റത്ത് നിന്നാണ് ഈ പാരൽ ലൈൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? ഇത് രണ്ടും ഈക്വൽ ആണ്, പാരലാണ്. ഇതിന്റെ നീളത്തിന്റെ പകുതിയാണ് ഇവിടുന്ന് എടുത്തിട്ട് വരച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതിന്റെ അറ്റത്ത് നിന്ന് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നാം എന്ത് ചെയ്യണം? ഈ രണ്ട് വരകൾക്കും, ഇവിടെ നമ്മൾ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റെഡ് കളറാണ്. അപ്പൊ ഈ രണ്ട് റെഡ് കളറുള്ള ഈ ലൈനുകൾക്കും ഒരേ നീളമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരേ നീളമാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? നമുക്ക് ഇവിടെ നിൽക്കിയ രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. ഈ നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ രണ്ട് വശങ്ങൾക്കും തുല്യ നീളമാണെന്ന് പറയാം അല്ലെ? അതുപോലെ അതിന്റെ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണെന്ന് പറയാം. ഇത്രയേ ഉള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യണം? ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ത്രികോണങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. ഈ അടിയിലുള്ള ലൈനിന് ഇവിടെ എ ബി എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ ചരിഞ്ഞതിന് സി ഡി, ഇതിന് ഒരു ഇ എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് ത്രികോണങ്ങൾക്ക് പേര് കിട്ടി അല്ലെ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നോക്കിയാൽ ഈ ലൈനിന്റെ മധ്യത്തിൽ നിന്നാണ് ഇത് വരച്ചത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിനും തുല്യ നീളമായിരിക്കുമല്ലോ, ആയിരിക്കും അല്ലെ? അപ്പൊ ഈ വശവും ഈക്വൽ. അപ്പൊ നമ്മൾ ഈ രണ്ട് വര വെച്ച് വരച്ചു. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളിൽ ഈ വശവും ഈക്വല്, ഈ വശവും ഈക്വല്. നമുക്ക് ആദ്യം അത്രയും കാര്യം ആദ്യം എഴുതി വെക്കാം. നമുക്ക് ആദ്യം രണ്ട് ത്രികോണങ്ങൾ എടുത്തു. ഒന്ന് ത്രികോണം എ ഡി സിയും ത്രികോണം ഡി ബി ഇയും അല്ലെ?
അപ്പോൾ ട്രയാങ്കിൾ ABC ഇതാണ് നമ്മൾ പരിഗണിക്കുന്നത്. ട്രയാങ്കിൾ DBE ഈ രണ്ട് ത്രികോണങ്ങൾ AD എന്ന് പറഞ്ഞ വശം DBക്ക് ഈക്വൽ ആണ് അല്ലേ. DBയും ഈക്വൽ. അതുപോലെ തന്നെ AC എന്ന വശം ഏതിന് ഈക്വൽ ആണ്? DE എന്ന് പറഞ്ഞ വശത്തിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വശങ്ങളും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അതിനിടയിലുള്ള ആംഗിൾ ഇത് രണ്ടുമാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി വെറുതെ എഴുതിയാൽ മതിയാ. അപ്പോൾ എന്താ കാരണം? ഇത് രണ്ടും ഈക്വൽ ആവാൻ എന്താണ് കാരണം? നമുക്കറിയാം പാരൽ ലൈൻ ഇങ്ങനെ നമ്മൾ ലൈൻ കൊണ്ട് ഇങ്ങനെ നമ്മൾ അതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെന്താ പറയാ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും അല്ലേ. അതായത് സമാന കോണുകൾ എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പൊ ഇതും പാരലാണ് അല്ലേ. അപ്പൊ ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ പാരൽ ലൈന് ഈ ലൈൻ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈക്വൽ ആയത് അതേപോലെ തന്നെ അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി. അതിന്റെ റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ. അതായത് സമാന കോണുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് വശവും ഇതിന്റെ രണ്ട് വശത്തിനോടും ഈക്വൽ, അതിനിടയിലുള്ള ആംഗിളും അതും ഈക്വൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഴുതാം സോ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DBE ആർ ഈക്വൽ. രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും ഈക്വൽ ആയതുകൊണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? DCയും BEയും ഈക്വൽ ആണ്. സോ DC is equal to BE അല്ലെ. അതിന്റെ വശങ്ങൾ ഈക്വൽ ആയിരിക്കും, അതിന്റെ കോണുകളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി അതിലൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് വരകൾ ഇപ്പൊ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇന്ന് അത് പാരലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടും പാരലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാരലാണെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം അല്ലെ. ഈ രണ്ട് ആംഗിളും ഇതൊരു ലൈനിൽ നിന്നാണ് ഇതിങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാലാണ് ഇത് രണ്ടും പാരലാവുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കോണുകൾ ഈക്വൽ തന്നെയാണ്. കാരണം എന്താണ്? രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിളിന്റെ കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലെ. ആംഗിൾ ADCയും ഈക്വൽ ടു ആംഗിൾ DBE. ഈ രണ്ട് കോണുകളും ഈക്വൽ ആണ് അല്ലെ. പറയാം സോ DC പാരൽ ടു BE. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു ക്വാഡ്രിലേറ്റർ അല്ലെ, ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. അതെന്താണ്? അത് പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാന്തരികം എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ പാരലായിരിക്കണം, മാത്രമല്ല ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇതും ഈക്വൽ ആയിരിക്കണം. പിന്നെയോ ഇതും പാരലായിരിക്കും, ഇത് രണ്ടും പാരലായിരിക്കണം, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലെ. ഇങ്ങനെയാണെങ്കിലാണ് ഇതിനൊരു സമാന്തരികം, അതായത് പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് രണ്ടും 4 സെന്റിമീറ്റർ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഈ ആംഗിളുകളും ഈക്വൽ ആയിരിക്കണം അല്ലെ. ഈ ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് പാരലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആണ്, മാത്രമല്ല ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലെ. ഇത്രയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് പറ്റും? ഇതൊരു പാരലോഗ്രാമാണ്, ഇതൊരു സമാന്തരികമാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് പതിവ് പോലെ എന്ത് ചെയ്യാം? ആദ്യം ഇവർക്ക് ഒരു പേര് കൊടുക്കാം. ഇപ്പൊ ഇതിന് AB, ഇനി നമുക്ക് CD എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്കിവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലെ. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABCയും ABC, പിന്നെയോ ട്രയാങ്കിൾ ABD. ഈ രണ്ട് ത്രികോണങ്ങളും നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി? നമ്മളിത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സമാന്തരികമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ എടുത്തു. ഇതിന്റെ ഇങ്ങോട്ട് നോക്കിയേ, മുകളിലെ ത്രികോണത്തിന്റെ AC എന്ന് പറഞ്ഞ വശം അല്ലെ. അപ്പൊ AC ഈ ത്രികോണത്തിന്റെ ഏതിന് ഈക്വൽ ആണ്? ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ അല്ലെ. BDക്ക് ഈക്വൽ ആണ്. അപ്പൊ BD. അപ്പൊ അത് കഴിഞ്ഞു.
ഇനി നോക്കിയാൽ ഈ മുകളിലെ ത്രികോണം അതിന്റെ ഈ വശം എ ബി എന്ന് പറഞ്ഞ വശം എ ബി സീക്വൽ ടു അടിയിലെ ത്രികോണത്തിന്റെ ഒരേ വശം എ ബി തന്നെയാണ് അല്ലെ, ഇതിന്റെ വശവും എ ബി തന്നെയാണ്. അപ്പോൾ എ ബിയോട് ഈക്വൽ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ നോക്കിയാൽ 35 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് 35 ഡിഗ്രി. അപ്പൊ രണ്ട് ഇതിനിടയിലുള്ള ആംഗിളുകളും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അത് എഴുതാം ആംഗിൾ സി എ ബി. ആംഗിൾ സി എ ബി സീക്വൽ ടു ആംഗിൾ എ ബി ഡി. ആംഗിൾ എ ബി ഡി അത് എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി. അപ്പോൾ രണ്ട് സൈഡുകളും അതിനിടയിലുള്ള കോണും. അപ്പൊ ഇവിടെയും രണ്ട് സൈഡുകളും അതിനിടയിലുള്ള കോണും. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം സോ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി അല്ലെ. ഇവിടെ നമ്മൾ തെറ്റി എ ബി സി തന്നെ എഴുതിയ എ ബി ഡി ആർ ഈക്വൽ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ വശം ഇതിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലെ. ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് പറയാം എ ഡി സീക്വൽ ടു ബി സി. അതിനാണെങ്കിൽ ബി സിയും എ ഡിയും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ എ ഡിയും ബി സിയും ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്ത് വേണം? ഇത് പാരലാവുകയും വേണം അല്ലെ. പാരലാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും ഈ രണ്ട് സമാന കോണുകളാണ് അല്ലെ, സിമിലർ കോണുകളാണിത്. അപ്പൊ നമുക്ക് ഈ വശം മാത്രമല്ല ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എ ഡി സീക്വൽ ടു ബി സി മാത്രമല്ല ആംഗിൾ ഡി എ ബി അല്ലെ. ആംഗിൾ ഡി എ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഡി എ ബി സീക്വൽ ടു ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും അല്ലെ. എ ബി സി. ആംഗിൾ എ ബി സി. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലായിരിക്കും അല്ലെ. പാരലാണെന്ന് മനസ്സിലായി. ഈ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും പാരലാണ് അല്ലെ. അതായത് ഈ ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വൽ ആണ്, മാത്രമല്ല പാരലും കൂടിയാണ്. ക്ലിയർ ആയില്ലേ? therefore നമുക്കെന്ത് പറയാം? എ ഡി ബി സി എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ പാരലോഗ്രാം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.